അസ്സലാമലൈക്കും മക്കളെ, സുഖല്ലേ നിങ്ങൾക്ക്? അനക്കും സുഖം തന്നെ. പിന്നെന്ത് വിശേഷം എന്ന് പറഞ്ഞാൽ, ഇന്ന് എൻ്റെ മോന് നാളെ കുവീത്തിലേക്ക് ഒരു 5 കിലോ ബീഫ് പൊരിച്ച് വരട്ടിയതും കുറച്ച് പത്തിലും കൊടുത്തേക്കാൻ പറഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ പണി ഞങ്ങൾ എടുക്കാനായിരുന്നു. അത് നമുക്ക് കാണാം. അഞ്ച് കിലോ ബീഫ് വൃത്തിയായി കഴുകിയിട്ട് ഞാൻ വെച്ചിന്. അത് കുറച്ചായിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്ക് വേവിക്കണം. കുറച്ചായിട്ടിട്ട് നമുക്ക് വേവിക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പൊടികൾ ചേർക്കാം. ഈ സ്പൂണിനാണ് ഞാൻ അളവിടുന്നത്. 2 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി. അത് ഇതുണ്ടല്ലോ വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പകുതിയായിട്ടല്ലേ വേവിക്കുന്നത് നമ്മോ. ആവശ്യത്തിന് ഉപ്പ്, ഒരു 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി. നന്നായി ഇതൊന്ന് കയ്യോടന്നെ നമുക്കിത് കുഴക്കണം. ബീഫിൽ വെള്ളം ഉണ്ടാവുമല്ല അടുപ്പത്ത് വെച്ചാൽ. നന്നായി നമുക്കിത് കുഴച്ച് കഴിഞ്ഞ് ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം. പിന്നെയും വെക്കാനുണ്ട്. ഇത് കുക്കർ കൂക്കിയതിന് ശേഷം വേണം മറ്റത് വെക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് എൻ്റെ മോൻ കാത്തിരിക്കുന്നുണ്ട് 10 ബീഫിനും. നമ്മുടെ ബീഫ് നന്നായി വെന്ത് ഇനി 2 കുക്കറിലാക്കിയിട്ട് ഞാൻ ബീഫ് വെച്ചതാണ്. 2 കുക്കറിലായിട്ടാണ് ഞാൻ ബീഫ് വെച്ചത്. 2 കുക്കറിൽ. ഇനി നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കാച്ചിട്ട് അതിലേക്ക് നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വാട്ടിയിട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പ്, പച്ചമുളക് 5 പച്ചമുളക് ഇട്ടിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി കഴിയാണ്ട് വാട്ടാം. ഇത് പച്ച ചോയെല്ലാം ഇഞ്ചിൻ്റെ പച്ചമുളകിൻ്റെ വെളുത്തുള്ളിൻ്റെ ചോയ പോകുന്നത് നമുക്കിത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അതിലേക്ക് എന്നിട്ട് നമുക്ക് ബീഫ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് ഗരം മസാല പൊടി ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്നിത് ഇളക്കാം. നന്നായി ഇത് വാടി പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി വാടി. ഇനി ഇതിലേക്ക് ഞാൻ ബീഫ് ചൊരിയുന്നുണ്ട്. 2 കുക്കറിലായിട്ട് ഞാൻ ബീഫ് വെച്ചിട്ട് മറ്റേ കുക്കറിലും കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. നന്നായി ഇതൊന്ന് ഇളക്കാം. നന്നായി ഇത് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. എൻ്റെ ബീഫ് വരട്ടിയത് ഇവിടെ റെഡിയായി. പിന്നെ പാക്കറ്റാക്കുന്നത് കാട്ടിക്കാൻ വേണ്ടി സമയം കിട്ടിയിട്ട. എൻ്റെ വീഡിയോ എല്ലാം കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അസ്സലാമലൈക്കും.